ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെമോക്രസിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഡെമോക്രസിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് PSC ക്രൗൺ എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ്? ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെമോക്രസിയെ കുറിച്ചിട്ടാണ്. ഡെമോക്രസിയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കാം അല്ലേ. ഡെമോക്രസിയെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെ? ഒന്ന് ഡയറക്റ്റ് ഡെമോക്രസി എന്നും മറ്റൊന്ന് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്നും. ഡെമോക്രസിയെ നമ്മൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡയറക്റ്റ് ഡെമോക്രസി, ഇൻഡയറക്റ്റ് ഡെമോക്രസി. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ഡെമോക്രസിക്ക് ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള രാജ്യം പറയുവാണെങ്കിൽ സ്വിറ്റ്സർലൻഡ് ഡയറക്റ്റ് ഡെമോക്രസിക്ക് ഒരു എക്സാമ്പിൾ ആണ്. ഇനി ഇൻഡയറക്റ്റ് ഡെമോക്രസിക്ക് ഒരു എക്സാമ്പിൾ ആണ് യുണൈറ്റഡ് കിങ്ഡം ആൻഡ് ഇന്ത്യ. യുണൈറ്റഡ് കിങ്ഡവും ഇന്ത്യയൊക്കെ എന്തിനു ഉദാഹരണമാണ്? ഇൻഡയറക്റ്റ് ഡെമോക്രസിക്ക് ഒരു ഉദാഹരണമാണ്. അപ്പോൾ നമുക്ക് ഡെമോക്രസിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡയറക്റ്റ് ഡെമോക്രസി എന്നും ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്നും. ഡയറക്റ്റ് ഡെമോക്രസിക്ക് ഉദാഹരണമാണ് സ്വിറ്റ്സർലൻഡ്. ഇൻഡയറക്റ്റ് ഡെമോക്രസിക്ക് ഉദാഹരണമാണ് യുണൈറ്റഡ് കിങ്ഡം, ഇന്ത്യ. ഇനി എന്താണ് ഡയറക്റ്റ് ഡെമോക്രസി, എന്താണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് എന്താണ് ഡെമോക്രസി അല്ലെങ്കിൽ എന്താണ് ഡയറക്റ്റ് ഡെമോക്രസി, എന്താണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് മനസ്സിലാവും. ആദ്യം ഡയറക്റ്റ് ഡെമോക്രസി എന്താണെന്ന് നോക്കാം. അതിൽ ഡയറക്റ്റ് ഡെമോക്രസിയിൽ നമ്മൾ പറയാൻ പോകുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് സിറ്റിസൺസിൻ്റെ, അതായത് ജനങ്ങളുടെ ഒരു നേരിട്ട പാർട്ടിസിപ്പേഷനാണ് എവിടെ വരുന്നത്? ഡയറക്റ്റ് ഡെമോക്രസിയിൽ വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഡെമോക്രസിക്ക് ഉദാഹരണം ഏതായിരുന്നു? സ്വിറ്റ്സർലൻഡ് ആയിരുന്നു ഡയറക്റ്റ് ഡെമോക്രസിക്ക് ഒരു ഉദാഹരണം. ഈ ഡയറക്റ്റ് ഡെമോക്രസിയിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേഷൻ എവിടെ സംഭവിക്കുന്നുണ്ട്? ഈ ഒരു ഡയറക്റ്റ് ഡെമോക്രസിയിൽ അവിടെ ആ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട്. എവിടെയാണോ ഡയറക്റ്റ് ഡെമോക്രസി ഉള്ളത് അവിടെ എങ്ങനെയാണ്? ഒരു ആളുകളുടെ ഒരു ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ആണ് അവിടെ നടക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ലോ, പോളിസീസ്, ബിൽസ്, പ്രപ്പോസൽസ്. അതായത് ആ രാജ്യത്ത് വരുന്ന ബില്ലിലായിക്കോട്ടെ, ലോയിലായിക്കോട്ടെ, പോളിസീസിലായിക്കോട്ടെ, പ്രപ്പോസൽസിലായിക്കോട്ടെ, എല്ലാത്തിനും ആരുടെ ഇൻഫ്ലുവൻസും അല്ലെങ്കിൽ ആരുടെ ഒരു ഡയറക്റ്റ് ലീഡർഷിപ്പ്, ഒരു മേൽനോട്ടം എന്തിനുണ്ടായിരിക്കും? ഈ ഒരു ഡയറക്റ്റ് ഡെമോക്രസിയിൽ ഉണ്ടായിരിക്കും. നമ്മുടെ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോ വരുന്നെങ്കിലോ, ഒരു പോളിസീസ് വരുന്നെങ്കിലോ, പ്രോഗ്രാംസ് വരുന്നെങ്കിലോ, ഒരു പ്രപ്പോസൽസ് വരുന്നെങ്കിലോ ഒരിക്കലും എന്തില്ല, നമ്മുടെ നേരിട്ട് ഒരു ഇടപെടലും അവിടെ ഇല്ല. ഒരു ലോ വരണമെങ്കിൽ പാർലമെന്റ്, നമ്മൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ പാർലമെന്റിൽ ചെന്ന് അവരെന്താണ് നമ്മുടെ പ്രതിനിധികളായിട്ട് അവർ ഭരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലോ പാസ്സാക്കണമെങ്കിൽ എന്താണ്? രാജ്യസഭയിലും ലോകസഭയിലും അവതരിപ്പിച്ച ബില്ല് പ്രസിഡന്റ് ഒപ്പുവെക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അതൊരു നിയമമായിട്ട് മാറുന്നത്. ആ സമയത്ത് ഡയറക്റ്റ് ഡെമോക്രസിയിൽ എന്താണ്? അവിടെ ലോ വരുന്നെങ്കിലോ, പ്രപ്പോസൽ വരുന്നെങ്കിലോ, ബിൽസ് വരുന്നെങ്കിലോ ഒരു കാര്യത്തിനും എങ്ങനെയാണ്? ജനങ്ങളുടെ നേരിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവും. അതായത് നമുക്കിവിടെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം, നമ്മൾ എന്താണ് നമ്മുടെ പ്രതിനിധികളെയാണ് ഈ ഒരു ഇലക്ഷൻ എന്ന പ്രക്രിയയിലൂടെ തിരഞ്ഞെടുത്ത് അയക്കുന്നത്. അവരാണ് കാര്യങ്ങൾ ലീഡ് ചെയ്യുന്നത്. പക്ഷെ നമുക്കിവിടെ എന്തെങ്കിലും റോളുണ്ടോ? ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ വോട്ട് ചെയ്ത് നമ്മുടെ പ്രതിനിധികളെ അയക്കുന്നതല്ലാതെ ഈ ലോയിലോ പ്രപ്പോസൽസിലോ ഒന്നും സാധാരണ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും സൃഷ്ടിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഡയറക്റ്റ് ഡെമോക്രസിയിൽ എങ്ങനെയാണ്? ഡയറക്റ്റ് ഡെമോക്രസിയിൽ അവർ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റിസൺഷിപ്പിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വോട്ട് ബൈ സിറ്റിസൺ. ഈ ലോയോ, പോളിസീസോ, ബിൽസോ, പ്രപ്പോസൽസോ വരുന്നതിന് ആരുടെ വോട്ട് നിർബന്ധമാണ്? സിറ്റിസൺസിൻ്റെ വോട്ട് നിർബന്ധമാണ്. പുതിയൊരു ലോ വരുന്നുണ്ടെങ്കിൽ അവരെന്താണ്? അവർ വോട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും ആ ലോ അവിടെ വരുന്നോ വേണ്ടേ തുടങ്ങിയ കാര്യങ്ങൾ നോക്കുന്നത്. പക്ഷെ ഇവിടെ ലോ വന്നെങ്കിൽ എങ്ങനെയാണ്? നമ്മുടെ നാട്ടിൽ രാജ്യസഭയിലും ലോകസഭയിലും അവതരിപ്പിച്ച് അവരുടെ ഒരു വോട്ടോട് കൂടിയാണ് ഒരു ബില്ല് നിയമമായിട്ട് വരുന്നത്. പക്ഷേ ഈ ഒരു ഡയറക്റ്റ് ഡെമോക്രസിയിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ജനങ്ങളുടെ വോട്ടിൻ്റെ പ്രകാരമാണ് അവിടെ ലോയോ, പ്രപ്പോസൽസോ, ബിൽസോ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡയറക്റ്റ് ഡെമോക്രസി എപ്പോഴും ലോ പോപ്പുലേഷൻ കൺട്രിക്ക് മാത്രമേ സ്യൂട്ടബിൾ ആവുള്ളൂ. ഇന്ത്യ പോലുള്ള പോപ്പുലേഷനിൽ രണ്ടാം സ്ഥാനം നിൽക്കുന്ന ഒരു രാജ്യത്തിന് ഒരിക്കലും എന്താണ് ഈ ഒരു ഡയറക്റ്റ് ഡെമോക്രസി സംഭവ്യമാകില്ല. കാരണം ഇത്രയും ജനങ്ങളുടെ ഒരു ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഡെമോക്രസി എപ്പോഴും സംഭവിക്കുന്നത് കുറച്ച് പോപ്പുലേഷനുള്ള രാജ്യങ്ങളിലായിരിക്കും. അപ്പോൾ ഡയറക്റ്റ് ഡെമോക്രസിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒന്ന്, ജനങ്ങളുടെ നേരിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ടായിരിക്കും. അവിടുത്തെ ലോയിലോ പ്രപ്പോസൽസിലും എല്ലാം എന്തുണ്ട്? ജനങ്ങൾ നേരിട്ട് ഇടപെടുന്നുണ്ട്. എന്നിട്ട് ലോയും പ്രപ്പോസൽസും ബിൽസും ഒക്കെ വരുന്നത് ജനങ്ങളുടെ വോട്ടിലൂടെ ആയിരിക്കും. ഈ ഡയറക്റ്റ് ഡെമോക്രസി എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എപ്പോഴാണ്? ചെറിയ പോപ്പുലേഷൻ കുറഞ്ഞ രാജ്യങ്ങൾക്കായിരിക്കും. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് ഡെമോക്രസിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ ഇൻഡയറക്റ്റ് ഡെമോക്രസിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് എന്തിനു നമുക്ക് വിളിക്കാം? ഈ ഒരു ഇൻഡയറക്റ്റ് ഡെമോക്രസിയെ വിളിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ആണ് ജനങ്ങളുടെ ഒരു, ഇവിടുത്തെ ഇന്ത്യയുടെ കേസ് എടുത്തിട്ട് നമുക്ക് തന്നെ നോക്കാം. ഇവിടെ എന്താണ്? ഒരു
ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ആണ് ഇവിടുത്തെ ഒരു എല്ലാ കാര്യങ്ങളിലും ജനങ്ങൾ ചെയ്യുന്നത്. ജനങ്ങൾ ഇലക്ഷനിലൂടെ എന്താണ് അവരുടെ പ്രതിനിധികളെ അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ സിറ്റിസൺസിന് ഇല്ല. എന്ത് മാത്രമേ ഉള്ളൂ? ഒരു ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ മാത്രമേ ഇവിടെ ജനങ്ങൾക്ക് ഉള്ളൂ. അതുപോലെ തന്നെ പീപ്പിൾ ചൂസ് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. ഇലക്ഷനിലൂടെ നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് റണ്ണിങ് ഗവൺമെൻറ്. ഈ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഒരു ഗവൺമെൻറ്റിനെ ഫോം ചെയ്യുന്നത്. ആ ഗവൺമെൻറ്റിനെ റൺ ചെയ്യുന്നതും അവരായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾക്ക് ഒരു ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ മാത്രമേ എവിടെ ഉണ്ടാവുകയുള്ളൂ? ഇൻഡയറക്റ്റ് ഡെമോക്രസിയിൽ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവിനെ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുത്ത് അയക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്തെന്നും വിളിക്കുന്നത്? റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് വിളിക്കുന്നത്. നമ്മൾ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് അയക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്തെന്ന് വിളിക്കും? നമുക്ക് ഇന്ന് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്നും വിളിക്കാം. അതുപോലെ തന്നെ ലോസ്, പോളിസീസ്, പ്രപ്പോസൽസിനെല്ലാം ആരാണ് തീരുമാനമെടുക്കുന്നത്? ഇങ്ങനെ നമ്മൾ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് അയച്ച ആളുകൾ എന്താണ് പാർലമെന്റ് ചർച്ച ചെയ്തിട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കുന്നത്. പക്ഷേ ഡയറക്റ്റ് ഡെമോക്രസിയിൽ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്തിട്ടാണ് ഓരോ പോളിസീസും ലോയും ഒക്കെ കൊണ്ടുവരുന്നതെങ്കിൽ ഇവിടെ എന്താണ്? ജനങ്ങളുടെ നേരിട്ടുള്ള ഇടപെടൽ ഒരു തരത്തിലുള്ള ലോയിലോ പോളിസിയിലോ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡയറക്റ്റ് ഡെമോക്രസി ലാർജ് പോപ്പുലേഷൻ ഉള്ള കൺട്രികൾക്കായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് സ്യൂട്ടബിൾ ആവുക. ഇൻഡയറക്റ്റ് ഡെമോക്രസി എങ്ങനെയായിരിക്കും? ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ, ജനങ്ങളുടെ ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ആയിരിക്കും. ലോയിലും പ്രപ്പോസലും ഒന്നും ജനങ്ങൾക്ക് നേരിട്ട് ഇടപെടാനായിട്ട് സാധിക്കില്ല. നമ്മൾ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ത് ചെയ്യുന്നു? ഒരു ഗവൺമെന്റിനെ റൺ ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ടി സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. പാർട്ടി സിസ്റ്റത്തെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ എപ്പോഴും കേട്ട എക്സാമുകൾ ചോദിച്ചു കാണാറുണ്ട്. ഈ പാർട്ടി സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? പാർട്ടികളെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. വൺ പാർട്ടി സിസ്റ്റം, ടു പാർട്ടി സിസ്റ്റം ആൻഡ് മൾട്ടി പാർട്ടി സിസ്റ്റം. വൺ പാർട്ടി സിസ്റ്റം, ടു പാർട്ടി സിസ്റ്റം ആൻഡ് മൾട്ടി പാർട്ടി സിസ്റ്റം. അത് നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പാർട്ടി സിസ്റ്റമാണ്. ഓൺലി വൺ പാർട്ടി, അതായത് ഒരു രാജ്യത്ത് ഒരു പാർട്ടി മാത്രം, അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി മാത്രം അല്ലെങ്കിൽ ഒരു മെയിൻ പാർട്ടി മാത്രം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക. അവിടെ എന്താണ്? ആ ഒരു പാർട്ടിയുടെ പാർട്ടി ആയിരിക്കും എല്ലാ പ്രാവശ്യം ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതൊക്കെ ആ ഒരു പാർട്ടി സിസ്റ്റം ആയിരിക്കും. അപ്പോൾ ഇത് ഒറ്റ പാർട്ടി മാത്രം ബേസ് ചെയ്ത് നിൽക്കുന്നത്, അതാണ് വൺ പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ്? ഈ വൺ പാർട്ടി സിസ്റ്റം ഒരിക്കലും ഒരു ഡെമോക്രസിക്ക്, നല്ലൊരു ഡെമോക്രസി ഉള്ള രാജ്യത്ത് ഒരിക്കലും വൺ പാർട്ടി സിസ്റ്റം വരില്ല. കാരണം എന്താണ്? ഒന്നോ കൂടുതലോ പാർട്ടികൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആരുടെ പോളിസീസ് ആണ് ഏറ്റവും നല്ലതെന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ജനങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ വൺ പാർട്ടി സിസ്റ്റത്തിൽ എങ്ങനെയാണ്? അവിടെ ഒരു ഒറ്റ പാർട്ടി മാത്രമേ റൂൾ ചെയ്ത് ഭരിക്കാനായിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവിടുത്തെ എന്താണ്? ഒരു ഡെമോക്രസിക്ക് ഒട്ടും സ്യൂട്ടബിൾ ആയിരിക്കില്ല ഈ വൺ പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. വൺ പാർട്ടി സിസ്റ്റത്തിന് ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ്? വൺ പാർട്ടി സിസ്റ്റം ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ചൈനയാണ്. ചൈനയിൽ എന്താണ്? ചൈനയിൽ ഒരു വൺ പാർട്ടി സിസ്റ്റമാണ് ഉള്ളത്. ഓർത്തിരിക്കുക, ചൈനയാണ് വൺ പാർട്ടി സിസ്റ്റത്തിന് എക്സാമ്പിൾ. സാധാരണ ഇതിന് ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുള്ളത് താഴെ കൊടുത്തിരിക്കുന്ന രാജ്യത്തിൽ ഏതാണ് വൺ പാർട്ടി സിസ്റ്റത്തിൽ പെട്ടത്, അല്ലെങ്കിൽ ഏതാണ് ടു പാർട്ടി സിസ്റ്റത്തിൽ പെട്ടത്, അല്ലെങ്കിൽ ഏതാണ് മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ പെട്ടെന്നാണ് ചോദിച്ച് കാണാറുള്ളത്. ഇനി നെക്സ്റ്റ് വൺ ടു പാർട്ടി സിസ്റ്റമാണ്. അതായത് പ്രധാനമായിട്ട് രണ്ട് പാർട്ടികൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥ. ഒരു പാർട്ടി ആയിരിക്കും മെയിൻ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ മേജറായിട്ട് മത്സരിക്കാനൊക്കെ എത്ര പാർട്ടികൾ ഉണ്ടാവും? അവിടെ രണ്ട് പാർട്ടികളായിരിക്കും ഉണ്ടാവുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ഇതിനൊരു ഉദാഹരണമാണ്. നമ്മുടെ ടു പാർട്ടി സിസ്റ്റത്തിന് ഉദാഹരണമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. അവിടെ വേറെ പാർട്ടികൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഫോഴ്സ്ഫുള്ളി നിൽക്കുന്ന രണ്ട് പാർട്ടി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉന്നതത്തിൽ നിൽക്കുന്ന രണ്ട് പാർട്ടി ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. അതാണ് ടു പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. ടു പാർട്ടി സിസ്റ്റത്തിന്റെ ഉദാഹരണമാണ് ഏത്? യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത്. ഇനി മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത് മോർ ദാൻ ടു പാർട്ടീസ്, അത് രണ്ടോ അതിൽ കൂടുതലോ പാർട്ടികളുള്ള ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. മൾട്ടി പാർട്ടി സിസ്റ്റത്തിന് നമ്മുടെ ഇന്ത്യ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഏകദേശം 750ഓളം പാർട്ടികളാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 750 ആണ്. അതിൽ കൂടുതൽ രജിസ്റ്റർ ചെയ്യാത്ത പാർട്ടികളും വേറെയുണ്ട്. പക്ഷേ 750 പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും എപ്പോഴും ഒരു ഇലക്ഷൻ്റെ സമയത്തായാലും ഒരു പ്രാമുഖ്യത്തിൽ നിൽക്കുന്ന കുറച്ച് പാർട്ടികൾ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ പാർട്ടികൾ ഏതൊരു പാർട്ടി ആയിരിക്കും അധികാരത്തിലും വരുന്നത്. അപ്പോൾ മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ പാർട്ടികൾ ഈ ഒരു ഡോമിനേറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. മൾട്ടി പാർട്ടി സിസ്റ്റം എക്സാമ്പിൾ ഏതാണ്? അത് ഇന്ത്യയാണ്. ഈ 750
150ഓളം പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ രജിസ്റ്റർ ചെയ്യാത്ത പാർട്ടികൾ വേറെയും ഉണ്ട്. എന്നാലും കുറച്ച് പാർട്ടികൾ മാത്രമേ എപ്പോഴും അധികാരത്തിൽ വന്ന് കാണാറുള്ളൂ. ഇനി 2 പാർട്ടി സിസ്റ്റത്തിൽ 2 പ്രധാനപ്പെട്ട പാർട്ടികളായിരിക്കും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. എന്നത്തെ ഒരു പാർട്ടി വിൻ ചെയ്തിട്ടായിരിക്കും അധികാരത്തിൽ വരുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക 2 പാർട്ടി സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ ആണ്. ഇനി 1 പാർട്ടി സിസ്റ്റം എന്ന് പറയുന്ന ഒരൊറ്റ പാർട്ടി മാത്രം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ്. ഈ ഒരു 1 പാർട്ടി സിസ്റ്റത്തിൽ ഒരിക്കലും ഡെമോക്രസിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഈ ഒരു 1 പാർട്ടി സിസ്റ്റത്തിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ചൈനയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പാർട്ടി സിസ്റ്റത്തെക്കുറിച്ചും ഡെമോക്രസിയെക്കുറിച്ചുമാണ് നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് PSC Crown യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.